മഹാരാഷ്ട്രയിലെ ചിരവൈരികളായ രണ്ട് പാർട്ടികൾ, അതും താക്കറെ കുടുംബത്തിൽ നിന്ന് പിരിഞ്ഞുപോയവർ. ഒന്ന് സാക്ഷാൽ ബാൽ താക്കറെയുടെ മകൻ ഉദ്ധവ് താക്കറെ, മറ്റൊന്ന് അനന്തരവൻ രാജ് താക്കറെ. 2005 രാജ് താക്കറെ മാധോശ്രീ വിട്ടിറങ്ങിയപ്പോൾ രൂപീകരിച്ച നവനിർമ്മാണ സേനയുമായി മുൻപോട്ട് പോകുന്നു. ഉദ്ധവ് ആകട്ടെ ശിവസേനയുടെ തലവനായി മുൻപോട്ട് പോവുകയാണ്. അതിനിടയിൽ ശിവസേനയിൽ പിളർപ്പുണ്ടായി, ഷിൻഡെ വിഭാഗമുണ്ടായി. ആ ഷിൻഡെ വിഭാഗം ഇന്ന് മഹാരാഷ്ട്രയിൽ ഭരിക്കുന്ന പാർട്ടിയായി മാറി. ഷിൻഡെ മുഖ്യമന്ത്രിയാകുകയും ചെയ്തു. ഇതിനിടയിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നത്. ആ നിയമസഭാ തെരഞ്ഞെടുപ്പോടുകൂടി ഉദ്ധവിൻ്റെ ശിവസേന തകർന്ന തരിപ്പണമായി. നവനിർമ്മാണ സേനയ്ക്ക് കാലം അനുകൂലമല്ല. കഴിഞ്ഞ കുറേ കാലമായി അത് തകർച്ചയുടെ വക്കിലാണ്. ഈ സമയത്താണ് ഈ കസിൻസ് ഒന്നിക്കാൻ തീരുമാനിച്ചത്. കഴിഞ്ഞ ദിവസം നടന്ന ഒരു പൊതുസമ്മേളനത്തിൽ ഉദ്ധവ് താക്കറെ തന്നെയാണ് ഈ ആശയം മുൻപോട്ട് വെച്ചത്. കസിൻസാണ്, തങ്ങൾക്കിടയിൽ ചെറിയ പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ, എന്നാൽ മഹാരാഷ്ട്രയ്ക്ക് വേണ്ടി തങ്ങൾ ഒന്നിക്കാൻ തയ്യാറാണെന്നാണ്. ഇതിനോട് രാജ് താക്കറെ അനുകൂലമായാണ് പ്രതികരിച്ചത്. ഇവിടെ ശ്രദ്ധേയമായൊരു കാര്യം, ഈ ഉദ്ധവ് താക്കറയ്ക്ക് പിന്നിൽ എക്കാലവും നിലനിന്നിരുന്നത് RSS തന്നെയാണ്. ഉദ്ധവ് എക്കാലവും BJPയെ തള്ളിപ്പറയുമ്പോഴും RSSനെ തള്ളിപ്പറയാതിരിക്കാൻ ശ്രമിച്ചു എന്നുള്ളതും RSSന്റെ കാര്യാലയങ്ങൾ പതിവായി സന്ദർശിക്കുന്നതും ഉദ്ധവിൻ്റെ ഒരു രീതിയാണ്. അതുകൊണ്ട് തന്നെ RSSന് വളരെ പ്രിയപ്പെട്ട ഒരു നേതാവ് കൂടിയാണ് ഉദ്ധവ് താക്കറെ. എന്നാൽ ശിവസേനയിലെ സഞ്ജയ് റാവത്ത് ഉൾപ്പെടെയുള്ളവരെ അത്ര പന്തിയല്ലതാനും. ഏതായാലും നവനിർമ്മാണ സേനയിലേക്ക് വരുമ്പോൾ കാര്യങ്ങൾ അങ്ങനെയല്ല. തുടക്കം മുതൽ തന്നെ BJPയുടെ പിന്തുണയിലാണ് രാജ് താക്കറെ നവനിർമ്മാണ സേനയും മുൻപോട്ട് പോകുന്നത്. NDAയുടെ ഘടകകക്ഷി അല്ല എങ്കിൽ പോലും രാജ് താക്കറെക്ക് മാന്യമായ ഒരു പദവി തന്നെയാണ് എക്കാലവും NDA വെച്ച് നീട്ടാറുള്ളത്. ജയിച്ച് കയറിയില്ലെങ്കിലും മന്ത്രിസ്ഥാനം നൽകാമെന്നുള്ള ഓഫറുകൾ വരെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഫട്നാവിസ് വെക്കുകയും ചെയ്തു. ഏതായാലും ഈ ഹിന്ദുത്വ രാഷ്ട്രീയം പേർന്ന് ഈ രണ്ട് പാർട്ടികളും ഒന്നിക്കണമെന്നുള്ളത് BJPയുടെയും RSSൻ്റെയും എക്കാലത്തെയും സ്വപ്നമായിരുന്നു. ഏതായാലും ശത്രുത മറന്ന് അവരൊന്നിക്കുമ്പോൾ രണ്ട് കുടുംബങ്ങൾ വീണ്ടും ഒന്നാകുന്ന കാഴ്ച കൂടി മഹാരാഷ്ട്രയ്ക്ക് കാണാൻ കഴിയും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.